ഇന്നത്തെ ലേഖനഭാഗത്തില് പൗലോസ്ലിയ പരിച്ഛേദനത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്നിട്ട് പൗലോസ്ലിയ പറയുകയാണ്, ആരാണ് യഥാർത്ഥ യഹൂദൻ എന്ന് ചോദിക്കുകയാണ്. പൗലോസ്ലിയ പറയുകയാണ്, ശരീരത്തിൽ പരിച്ഛേദനം ചെയ്തവനല്ല, മറിച്ച് ഹൃദയത്തിൽ പരിച്ഛേദനം ചെയ്തവനാണ് യഥാർത്ഥ യഹൂദൻ. അവന് ദൈവത്തിൽ നിന്നും പ്രശംസ ലഭിക്കുന്നു എന്ന് പറയുകയാണ്. ദൈവത്തിൽ നിന്നും പ്രശംസ ലഭിക്കുന്നു. അതായത് ഇന്ന് വചനം കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, ദൈവത്തിൽ നിന്നും പ്രശംസ ലഭിക്കുന്നത് എങ്ങനെയാണ്. അത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തില് ഈശോയെ കുറിച്ചുള്ള വചനത്തില് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം കൃത്യമായിട്ട് അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, ഇതാ എൻ്റെ ആത്മാവ് പ്രസാദിച്ചവൻ, ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ചവൻ എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമ്മളെ കുറിച്ച് ദൈവം ഇപ്രകാരം പറയാനായിട്ടുള്ളൊരു സാധ്യതയുണ്ടോ? ദൈവത്തിൽ നിന്നും ഒരു പ്രശംസ ലഭിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടോ? നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചതുകൊണ്ട്, നീതിയായി പ്രവർത്തിച്ചതുകൊണ്ട് ദൈവം എന്നെ പ്രശംസിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടോ? എൻ്റെ ഇപ്പോഴത്തെ ജീവിതം കണ്ടാൽ ദൈവത്തിൽ നിന്നും ഇതുപോലുള്ള ഒരു പ്രശംസ എനിക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടോ? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജീവിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.